പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി.വി. വൻ ജനക്ഷേമ പദ്ധതിയുമായി റെയിൽവേ. സുഗമയാത്രയ്ക്ക് 10,000 ജനറൽ കോച്ചുകൾ. 8 ലക്ഷം യാത്രക്കാർക്ക് പ്രയോജനം. ന്യൂഡൽഹി. സാധാരണക്കാരായ ലക്ഷക്കണക്കിന് പേരുടെ ട്രെയിൻ യാത്ര സുഗമമാക്കാൻ ബൃഹത് പദ്ധതിയുമായി റെയിൽവേ. 2 വർഷത്തിനുള്ളിൽ 10,000 പുതിയ ജനറൽ കോച്ചുകൾ ഉൾപ്പെടുത്തി ഇതുവഴി കുറഞ്ഞത് 8 ലക്ഷം യാത്രക്കാരെയെങ്കിലും അധികമായി ചേർക്കുകയാണ് ലക്ഷ്യം. പുതുതായി നിർമ്മിക്കുന്ന ഈ കോച്ചുകളെല്ലാം LHBയുടേതാണ്. ഇതിനകം 585 ജനറൽ സെക്കൻഡ് ക്ലാസ് കോച്ചുകൾ ട്രെയിനുകളിൽ ചേർത്തുകഴിഞ്ഞു. ഈ മാസത്തിനുള്ളിൽ 650ഓളം ട്രെയിനുകളിലായി 1000-ലധികം ജനറൽ കോച്ചുകൾ കൂടി ചേർക്കും. ഇതോടെ 1 ലക്ഷത്തിലധികം യാത്രക്കാർക്ക് പ്രയോജനം ലഭിക്കും. 2 വർഷത്തിനുള്ളിൽ വൻതോതിൽ ജനറൽ കോച്ചുകൾ ഉൾപ്പെടുത്തുമെന്നും സാധാരണക്കാർക്ക് പ്രാധാന്യം നൽകിയാണ് ഈ തീരുമാനമെന്നും റെയിൽവേ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിസിറ്റി ദിലീപ് കുമാർ പറഞ്ഞു. ജൂലൈ മുതൽ ഒക്ടോബർ വരെ 583 പുതിയ ജനറൽ കോച്ചുകൾ നിർമ്മിച്ചു. ഇവ 229 ട്രെയിനുകളിൽ ചേർത്തു. 1000 ജനറൽ കോച്ചുകൾ കൂടി പൂർത്തിയാകുന്നതോടെ 647 ട്രെയിനുകളിൽ ഇവ കൂട്ടിച്ചേർക്കും. 2 വർഷത്തിനുള്ളിൽ 10,000-ലധികം AC-യിൽ അല്ലാത്ത ജനറൽ കോച്ചുകൾ ഉൾപ്പെടുത്തും. ഇതിൽ 6000-ഓളം ജനറലും ബാക്കി സ്ലീപ്പറുമാണ്. ഇതോടെ ജനറൽ ക്ലാസ്സിലെ 8 ലക്ഷം പേർക്ക് അധികമായി ട്രെയിൻ യാത്ര സാധ്യമാകും. പുതിയ കോച്ചുകൾ LHBയുടേതാണ്. യാത്ര സുഖകരവും സൗകര്യപ്രദവും സുരക്ഷിതവും വേഗമുള്ളതുമാക്കാനാണിത്. ഈ പുതിയ LHB കോച്ചുകൾ പരമ്പരാഗത ICF റെയിൽ കോച്ചുകളേക്കാൾ ഭാരം കുറഞ്ഞതും ശക്തവുമാണ്. അപകടമുണ്ടായാൽ ഈ കോച്ചുകൾക്കുള്ള നാശനഷ്ടവും കുറവായിരിക്കും. കേസരി രാഷ്ട്രസേവാ പുരസ്കാരം മുരളി പാറപ്പുറത്തിന് സമർപ്പിച്ചു. ലോകത്തിന് ദിശ നൽകുന്നത് ഭാരതം. ഡോക്ടർ വൈദ്യ. കോഴിക്കോട്. വഴിതെറ്റുന്ന കപ്പലുകൾക്ക് ദിശ കാട്ടുന്ന ദീപസ്തംഭം പോലെ ഭാരതം ലോകരാജ്യങ്ങൾക്ക് വഴികാട്ടിയാവുകയാണെന്ന് RSS അഖില ഭാരതീയ കാര്യകാരി സദസ്യൻ ഡോക്ടർ മൻമോഹൻ വൈദ്യ. കേസരിയുടെ അമൃതശതം പ്രഭാഷണ പരമ്പരയുടെ സമാപനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭരണകൂടമെന്ന സാങ്കേതിക സംവിധാനത്തിനപ്പുറം ആത്മീയ സത്തയുള്ള സാംസ്കാരികതയുടെ ആധാരമുള്ളതിനാലാണ് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഭാരതം വ്യത്യസ്തമായിരിക്കുന്നതെന്ന് ഡോക്ടർ വൈദ്യ പറഞ്ഞു. 16-ാം നൂറ്റാണ്ടുവരെ ലോകത്ത് ഭാരതത്തിന്റെ ധനവിഹിതം 30%. കയറ്റുമതി അധികവും ഇറക്കുമതി കുറവുമായിരുന്നു. ലോഹങ്ങൾ, തുകൽ, സുഗന്ധവസ്തുക്കൾ, വസ്ത്രം തുടങ്ങിയവയാണ് ഭാരതം കയറ്റുമതി ചെയ്തിരുന്നത്. എന്നാൽ യൂറോപ്യൻ അധിനിവേശത്തിനു ശേഷവും പിന്നീട് സ്വാതന്ത്ര്യാനന്തര ഭാരതവും മറ്റൊരു ഗതിയിലായി. പണ്ഡിറ്റ് നെഹ്റു ഭാരത വിരുദ്ധനായിരുന്നില്ല, മറിച്ച് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമായതാണ് പ്രശ്നമായത്. നാനാത്വമല്ല, ഏകത്വത്തിന്റെ ആഘോഷ വൈവിധ്യമാണ് ഭാരതത്തിൽ. അത് തിരിച്ചറിയാൻ രാജ്യത്തെ നയിച്ചവർക്ക് ഏറെക്കാലം കഴിഞ്ഞില്ല. 2014 ശേഷമാണ് പാശ്ചാത്യ വഴിയിൽ നിന്ന് ഭരണപരമായി ശരിയായ വഴിയിൽ നമ്മുടെ രാജ്യം മാറിയത്. അത് ഹിന്ദുത്വത്തിലേക്ക് മാറി. ഹിന്ദുത്വം മാത്രമല്ല, ഇസവുമല്ല, മറിച്ച് ധർമ്മമാണ്, സംസ്കാരമാണ്. മൻമോഹൻ വൈദ്യ പറഞ്ഞു. മാധ്യമരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള രാഷ്ട്രസേവാ പുരസ്കാരം ജന്മഭൂമി ന്യൂസ് എഡിറ്റർ മുരളി പാറപ്പുറത്തിന് അദ്ദേഹം സമർപ്പിച്ചു. യുവ മാധ്യമ പ്രവർത്തകർക്കുള്ള രാഘവീയം പുരസ്കാരം മാതൃഭൂമി ഓൺലൈൻ കണ്ടന്റ് റൈറ്റർ AU അമൃത ഏറ്റുവാങ്ങി. പരിപാടിയിൽ അഡ്വക്കേറ്റ് PK ശ്രീകുമാർ അധ്യക്ഷനായി. ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ R സഞ്ജയൻ, M രാഘവൻ അനുസ്മരണം നടത്തി. ഷാജൻ സ്കറിയ, ഡോക്ടർ ശ്രീശൈലം ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ NR മധു തുടങ്ങിയവർ സംസാരിച്ചു. മുരളി പാറപ്പുറം മറുമൊഴി നൽകി. ഗായത്രി മധുസൂദനന്റെ മോഹിനിയാട്ടം അരങ്ങേറി. കൗമാര കലാമാമാങ്കം. വേദികൾ ഇന്ന് ഉണരും. കോഴിക്കോട്. റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാന വേദിയായ മലബാർ ക്രിസ്ത്യൻ കോളേജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ രാവിലെ 8:30 പതാക ഉയർത്തുന്നതോടെ വേദികൾ ഉണരും. തുടർന്ന് ജില്ലയിലെ അധ്യാപികമാരുടെ കൂട്ടായ്മ ഒരുക്കുന്ന നൃത്ത ആവിഷ്കാരം അരങ്ങേറും. മന്ത്രി AK ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അധ്യക്ഷനാകും. സാഹിത്യകാരൻ ബെന്യാമിൻ മുഖ്യ അതിഥിയാവും. മേയർ ബീന ഫിലിപ്പ്, MP മാരായ PT ഉഷ, MK രാഘവൻ,
ഷാഫി പറമ്പിൽ തുടങ്ങിയവർ പങ്കെടുക്കും. ബഹിരാകാശ രംഗത്ത് വീണ്ടും നേട്ടം. GSAT-20 ഉപഗ്രഹം ഭ്രമണപഥത്തിൽ. ന്യൂഡൽഹി, ഫ്ലോറിഡ. ISRO വികസിപ്പിച്ച കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ് GSAT-20 GSAT-N2 ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം വിജയകരം. സ്പേസ് എക്സിന്റെ ഉടമസ്ഥതയിലുള്ള ഫാൽക്കൺ 9 റോക്കറ്റിന്റെ സഹായത്തോടെ അർദ്ധരാത്രിയിലാണ് വിക്ഷേപണം നടത്തിയത്. ഭാരതത്തിന്റെ ഉൾപ്രദേശങ്ങളിലും സമുദ്ര ആകാശ പരിധികളിലും അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് GSAT-20 ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം. ഫ്ലോറിഡ കേപ്പ് കനാവറൽ സ്പേസ് ഫോഴ്സ് സ്റ്റേഷനിൽ നിന്നാണ് GSAT-20 പറന്നുയർന്നത്. 34 മിനിറ്റുകൾ കൊണ്ട് ബഹിരാകാശത്തെത്തിയ റോക്കറ്റിൽ നിന്നും ഉപഗ്രഹം വേർപെട്ട് ഭ്രമണപഥത്തിൽ എത്തി. ISRO, NSIL പ്രോജക്ട് ടീമുകൾ വിക്ഷേപണത്തിന് സാക്ഷികളായി. ISRO നിർമ്മിച്ച ഉപഗ്രഹത്തിന് 4700 കിലോഗ്രാമാണ് ഭാരം. LVM-3യുടെ വാഹകശേഷിയേക്കാൾ ഭാരം കൂടുതലായതിനാലാണ് ഇത്തവണ സ്പേസ് എക്സിന്റെ സഹായം ISRO തേടിയത്. GSAT-N2 എന്നും അറിയപ്പെടുന്ന കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റിൽ 8 നാരോ സ്പോട്ട് ബീമുകളും 24 വൈഡ് സ്പോട്ട് ബീമുകളും ഉൾപ്പെടെ 32 യൂസർ ബീമുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ഉപഗ്രഹം പ്രവർത്തനക്ഷമമായാൽ വിദൂര പ്രദേശങ്ങളിലേക്കുള്ള ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും ഇൻഫ്ലൈറ്റ് ഇന്റർനെറ്റ് സേവനങ്ങളും ഉൾപ്പെടെ രാജ്യത്തുടനീളം സുപ്രധാന സേവനങ്ങൾ ലഭിക്കും. ലക്ഷദ്വീപ്, ആൻഡമാൻ ദ്വീപുകൾക്കും ഈ സേവനങ്ങൾ ലഭ്യമാകും. കൂടാതെ വിമാനങ്ങളിലും ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കും. ഭാരതത്തിന്റെ LVM-3 റോക്കറ്റിന് 4000 kg ഭാരം വരെ GTOയിലും 8000 കിലോഗ്രാം വരെ ഭാരമുള്ള ഉപഗ്രഹങ്ങൾ 500 കിലോമീറ്റർ വരെ ഉയരത്തിലുള്ള താഴ്ന്ന ഭൗമ ഭ്രമണപഥത്തിലും എത്തിക്കാനാണ് സാധിക്കുക. മുമ്പ് ഇത്തരം വിക്ഷേപണങ്ങൾക്കായി യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ഏരിയൻ റോക്കറ്റുകളായിരുന്നു ഭാരതം ആശ്രയിക്കുന്നത്. GSAT-24 ഉപഗ്രഹത്തെ 2023 ഭ്രമണപഥത്തിൽ എത്തിച്ചത് ഏരിയൻ 5 റോക്കറ്റാണ്. ഈ റോക്കറ്റിന്റെ കാലാവധി കഴിഞ്ഞതിനാലാണ് ഫാൽക്കൺ 9 റോക്കറ്റിനെ ആശ്രയിക്കാൻ കാരണം. US-ന്റെ വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള അംഗീകരിച്ചു. ഹിസ്ബുള്ളയുടെ ഡ്രോണുകൾ വെടിവെച്ചിട്ടു. ടെൽ അവീവ്. ലെബനനിൽ നിന്നും ഹിസ്ബുള്ള ഭീകരർ അയച്ച 2 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. ഡ്രോൺ എത്തുന്നതിന്റെ സൈറൺ മുഴങ്ങിയില്ലെങ്കിലും ഇസ്രയേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ വെടിവെച്ചിടുകയായിരുന്നു. എന്നാൽ ടെൽ അവീവിന് സമീപം മിസൈൽ പതിച്ച് ഒരു സ്ത്രീ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ വിവിധ ഇടങ്ങളിലായി ഒറ്റ ദിവസം 76 പലസ്തീൻകാർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇതുവരെ ഹമാസ് ഭീകരർ ഉൾപ്പെടെ 43,922 പാലസ്തീൻകാരാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ബെയ്റൂട്ടിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള വക്താവ് മുഹമ്മദ് അഫീഫിനെ കൂടാതെ 4 ഉദ്യോഗസ്ഥർ കൂടി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു. ഹിസ്ബുള്ളയുടെ മാധ്യമ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്നവരാണിവർ. ഗാസയിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്ന UN ഏജൻസിയായ UNRWAയ്ക്കുള്ള ശേഷിക്കുന്ന വിഹിതമായ $25 ലക്ഷം കൂടി ഭാരതം നൽകി. 2024-25 $50 ലക്ഷം നൽകുമെന്ന വാഗ്ദാനമാണ് ഭാരതം നിറവേറ്റിയത്. ഇതിനിടയിൽ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം ഹിസ്ബുള്ള അംഗീകരിച്ചതായി ലെബനീസ് ഔദ്യോഗിക വൃത്തങ്ങൾ പറഞ്ഞതായി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ ഇക്കാര്യത്തെക്കുറിച്ച് ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരിന്റെ ഫിഷറീസ് പുരസ്കാരം കേരളത്തിന്. തിരുവനന്തപുരം. ലോക ഫിഷറീസ് ദിനത്തോടനുബന്ധിച്ചുള്ള കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയത്തിന്റെ 2024 പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. രാജ്യത്തെ ഏറ്റവും മികച്ച മറൈൻ സംസ്ഥാനമായി കേരളം തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച മറൈൻ ജില്ലയ്ക്കുള്ള പുരസ്കാരം കൊല്ലം കരസ്ഥമാക്കി. മത്സ്യബന്ധന മേഖലയിലെ സമഗ്രമായ ഇടപെടലുകൾ പരിഗണിച്ചാണ് പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. വളം കൃത്യസമയത്ത് ലഭ്യമാക്കണം. ഫാക്ടിന് സുരേഷ് ഗോപിയുടെ നിർദ്ദേശം. തൃശൂർ.
കർഷകർക്ക് വളം കൃത്യസമയത്ത് ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഫാക്ടിനും വളം വിതരണക്കാർക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ നിർദ്ദേശം. എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ കർഷക സംഘടനാ പ്രതിനിധികളും വളം വിതരണക്കാരും ഫാക്ട് അധികൃതരുമായി മന്ത്രി നടത്തിയ ചർച്ചയിലാണ് നിർദ്ദേശം നൽകിയത്. വളം കൃത്യസമയത്ത് ലഭിക്കുന്നതിന് തടസ്സം നേരിടുന്നതായി കർഷകർ ചൂണ്ടിക്കാട്ടി. സബ്സിഡി നിരക്കിൽ കർഷകർക്ക് നൽകുന്ന വളം സമയത്ത് തന്നെ ലഭ്യമാക്കണമെന്ന് മന്ത്രി നിർദ്ദേശം നൽകി. ഫാക്ടിൽ നിന്ന് വളം ലഭിക്കുന്നതിന് കാലതാമസം ഉണ്ടാകുന്നതായി വിതരണക്കാരുടെ പ്രതിനിധികൾ പറഞ്ഞു. എല്ലാ കർഷകർക്കും കൃത്യസമയത്തും ആവശ്യമായ അളവിലും വളം ലഭ്യമാക്കണമെന്നാണ് മന്ത്രിയുടെ നിർദ്ദേശം. കാലതാമസം പരിഹരിക്കാം എന്ന് ഫാക്ട് ഡയറക്ടർ അനൂപും മിത്ര യോഗത്തിൽ അറിയിച്ചു. ജനറൽ മാനേജർ ജിതേന്ദ്ര കുമാറും മറ്റ് ഓഫീസർമാരും പങ്കെടുത്തു. സംവിധായകനും ജൈവ കർഷകനുമായ സത്യൻ അന്തിക്കാടിന്റെ വീട്ടിലായിരുന്നു ചർച്ച. BJP നേതാവ് രഘുനാഥ് സി മേനോൻ, വിവിധ കർഷക സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. കേരള പോലീസിനെ വിറപ്പിച്ച പിടികിട്ടാപ്പുള്ളി മാവോ നേതാവ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടു. ബാംഗ്ലൂരു. ദക്ഷിണേന്ത്യയിലെ മാവോ നേതാവ് വിക്രം ഗൌഡ കൊല്ലപ്പെട്ടു. കേരള പോലീസ് കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും പിടികൂടാനാകാതിരുന്ന നക്സൽ നേതാവിനെയാണ് ഉടുപ്പിയിൽ വെച്ച് നക്സൽ വിരുദ്ധ സേന കൊലപ്പെടുത്തിയത്. സേനയ്ക്ക് നേരെ വിക്രം ഗൌഡ ആക്രമണം അഴിച്ചുവിട്ടതിനെ തുടർന്നാണ് വെടിവെച്ച് വീഴ്ത്തേണ്ടി വന്നതെന്നാണ് സേനയുടെ വിശദീകരണം. പിടികിട്ടാപ്പുള്ളിയായ മാവോയിസ്റ്റ് നേതാവ് 20 കൊല്ലമായി പോലീസിനെ വെട്ടിച്ച് കേരള, തമിഴ്നാട്, കർണാടക വനങ്ങളിൽ കഴിഞ്ഞു വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം മറ്റ് 4 പേർക്കൊപ്പം റേഷൻ വാങ്ങാൻ എത്തിയപ്പോഴാണ് സേന ഇവർക്ക് നേരെ ആക്രമണം നടത്തിയത്. ഉടുപ്പി ഈഡു ഗ്രാമത്തിലായിരുന്നു സംഭവം. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് നക്സൽ വിരുദ്ധ സംഘം പ്രദേശത്ത് ഇവരുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതും ആക്രമണം ആരംഭിച്ചതും. 4 നക്സലുകൾ വനത്തിലേക്ക് രക്ഷപ്പെട്ടു. 2 പതിറ്റാണ്ടായി ദക്ഷിണേന്ത്യയിൽ നക്സൽ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നേതാവാണ് വിക്രം ഗൌഡ. കേരളത്തിലും തമിഴ്നാട്ടിലുമായി ആയിരുന്നു ഇയാൾ കഴിഞ്ഞിരുന്നത്. നിരവധി തവണ കുടകിലും എത്തിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. കായികം. വാമോസ് റാഫ നീ ടെന്നീസ് പ്രൗഢിക്ക് മാറ്റുകൂട്ടി. വിരമിക്കാനൊരുങ്ങുന്ന സുഹൃത്തിന് ഹൃദയം തൊടുന്ന കുറിപ്പെഴുതി ഫെഡറർ. മലാഗ. ടെന്നീസ് കോർട്ടിൽ നിന്നും വിട പറയാനൊരുങ്ങുന്ന സൂപ്പർ സ്റ്റാർ റാഫേൽ നദാലിന് ഹൃദയം തൊടുന്ന കുറിപ്പ് പങ്കുവെച്ച ഇതിഹാസ താരം റോജർ ഫെഡറർ. സമൂഹമാധ്യമത്തിൽ എഴുതിയ ചുരുങ്ങിയ വരികളിൽ ഫെഡറർ ആദ്യം അഭിനന്ദിച്ചിരിക്കുന്നത് നദാലിന്റെ കുടുംബത്തെയും ടീം അംഗങ്ങളെയുമാണ്. അങ്ങയുടെ വിജയത്തിൽ കൂട്ടായ ശ്രമം അവർക്കുണ്ടെന്നും അതേ വാചകത്തിൽ തന്നെ പറയുന്നു. അടുത്തതായി ചെയ്യാനിരിക്കുന്ന ഓരോ ചുവടിനെയും ആഹ്ലാദത്തോടെ കാത്തിരിക്കുന്നുവെന്നും പറഞ്ഞുകൊണ്ട് ആദ്യ ഖണ്ഡിക തീരുന്നു. വാമോസ് റാഫ എന്ന് സംബോധന ചെയ്തുകൊണ്ടാണ് കുറിപ്പ് തുടങ്ങുന്നത്. ഇത് പോസ്റ്റ് ചെയ്യുമ്പോഴേക്കും ഒരുപക്ഷെ നിന്റെ വിരമിക്കൽ പൂർണ്ണമായിരിക്കാമെന്ന് അറിയിച്ചുകൊണ്ട് എഴുതിയ കുറിപ്പിൽ 20 വർഷം മുമ്പ് ഇരുവരും ആദ്യമായി നേർക്കുനേർ വന്ന മത്സരത്തെ ഒരു തിരക്കഥയുടെ ചാരുതയോടെ ഫെഡറർ വർണ്ണിച്ചിരിക്കുന്നു. 2004 ഓസ്ട്രേലിയ ഓപ്പണോടെ ഞാൻ ആദ്യമായി കരിയറിൽ ലോക 1-ാം റാങ്ക് താരമായി. 2 മാസത്തിനു ശേഷം ഫ്രാൻസിലെ റോളണ്ട് ഗാരോസിൽ 3 റൗണ്ട് മത്സരത്തിൽ തനിക്കെതിരെ കളിക്കാൻ വരുന്ന കൗമാരക്കാരൻ പയ്യൻ ബൈസെപ്സ് പ്രദർശിപ്പിച്ചുകൊണ്ട് ചുവന്ന സ്ലീവ്ലെസ് ടീ-ഷർട്ട് ധരിച്ചെത്തുന്നത് ഇന്നും ഓർമ്മയിലുണ്ട്. മയ്യോർക്കയിൽ നിന്നുള്ള താരമാണെന്ന് കേട്ടറിവ് മാത്രമേ അതുവരെ ഉണ്ടായിരുന്നുള്ളൂ. ആദ്യ ഏറ്റുമുട്ടലിൽ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് 6-3, 6-3 അന്നത്തെ ലോക ടെന്നീസ് ഹീറോ കടപുഴകി വീണത്. പിന്നീട് അങ്ങോട്ട് ഫ്രഞ്ച് ഓപ്പണിൽ നദാൽ നടത്തിയ തേരോട്ടത്തെയും താനുമൊത്തുള്ള ഓരോ മത്സരത്തെയും പ്രശംസാപൂർവം കുറിപ്പിൽ സ്മരിക്കുന്നു. 22 ഗ്രാൻഡ് സ്ലാം നേട്ടത്തിലൂടെ സ്പെയിനിനും അതിലുപരി ലോക ടെന്നീസിന്റെയും പ്രൗഢിക്ക് നദാൽ മാറ്റുകൂട്ടിയിരിക്കുന്നുവെന്നും ഫെഡറർ കുറിച്ചിരിക്കുന്നു. കേരളത്തെ സഞ്ജു നയിക്കും. തിരുവനന്തപുരം. ആഭ്യന്തര ക്രിക്കറ്റിലെ 2020 ആവേശമായ സയ്യിദ് മുഷ്താഖ് അലി ടൂർണമെന്റിനുള്ള കേരള ടീമിനെ പ്രഖ്യാപിച്ചു. സഞ്ജു സാംസൺ ആണ് ടീം ക്യാപ്റ്റൻ. 23 മുതൽ ഡിസംബർ 3 വരെയാണ് മത്സരങ്ങൾ. ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ 2 സെഞ്ചുറികൾ നേടി മിന്നും പ്രകടനം കാഴ്ചവെച്ച സഞ്ജുവിന്റെ വരവ് ടീമിനും ആത്മവിശ്വാസം പകരും. സച്ചിൻ ബേബി, രോഹൻ കുന്നുമ്മൽ, ജലജ് സക്സേന, വിഷ്ണു വിനോദ്, മുഹമ്മദ് അസറുദ്ദീൻ, ബേസിൽ തമ്പി, സൽമാൻ നിസാർ തുടങ്ങിയവരും ടീമിലുണ്ട്. കൂടാതെ കേരള ക്രിക്കറ്റ് ലീഗിൽ തിളങ്ങിയ അബ്ദുൾ
ബാസിദും ഷറഫുദ്ദീനും ഇടം കണ്ടെത്തി. സീസണിൽ രഞ്ജി മത്സരങ്ങളിലും CK നായിഡു ട്രോഫിയിലും കേരളം മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. രഞ്ജി ഗ്രൂപ്പ് സിയിൽ 2ാം സ്ഥാനത്താണ് കേരളം. CK നായിഡു ട്രോഫിയിൽ കഴിഞ്ഞ മാസത്തിൽ കേരളം കരുത്തരായ തമിഴ്നാടിനെ തോൽപ്പിച്ചിരുന്നു. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ ഇക്കുറി മുംബൈ, മഹാരാഷ്ട്ര, ഗോവ, ആന്ധ്രാപ്രദേശ് സർവീസസ്, നാഗാലാൻഡ് എന്നീ ടീമുകൾക്കൊപ്പം ഗ്രൂപ്പ് ഇയിലാണ് കേരളം. മുംബൈക്ക് വേണ്ടി സൂര്യകുമാർ യാദവ് ഇറങ്ങിയാൽ ഭാരതം ക്രിക്കറ്റിലെ വലിയ സുഹൃത്തുക്കളായ സഞ്ജു, സൂര്യകുമാർ നേർക്കുനേർ ഏറ്റുമുട്ടുന്നതിന് സാഹചര്യമൊരുങ്ങും. ശനിയാഴ്ച സർവീസിന് എതിരെയാണ് കേരളത്തിന്റെ ആദ്യ മത്സരം. കേരള ടീം സഞ്ജു സാംസൺ ക്യാപ്റ്റൻ, സച്ചിൻ ബേബി, രോഹൻ കുന്നുമ്മൽ, ജലജ് സക്സേന, വിഷ്ണു വിനോദ്, മുഹമ്മദ് അസറുദ്ദീൻ, ബേസിൽ തമ്പി, സൽമാൻ നിസാർ, അബ്ദുൾ ബാസിദ്, PA അഖിൽ, സ്കറിയ, അജ്നാസിയം, സിജോ മോൻ ജോസഫ്, മിഥുൻ S, വൈശാഖ് ചന്ദ്രൻ, വിനോദ് കുമാർ CV, ബേസിൽ NP, ഷറഫുദ്ദീൻ NM, നിതീഷ് MD. റിസർവ് താരങ്ങളായി CK നായിഡു ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വരുൺ നായനാർ, ഷോൺ റോജർ, അഭിഷേക് J നായർ എന്നിവർ. ഭാരതം ചൈന ഫൈനലിൽ. സെമിയിൽ ജപ്പാനെ 2-0 തോൽപ്പിച്ചു. രാജ്ഗിർ. ജപ്പാൻ ഗോൾ കീപ്പർ യു കുഡോ നടത്തിയ തകർപ്പൻ പ്രകടനത്തെയും അതിജീവിച്ച് ഭാരതം വനിതാ ഏഷ്യൻ കപ്പ് ഹോക്കി ചാമ്പ്യൻഷിപ്പ് ഫൈനലിൽ കടന്നു. ഇന്നലെ നടന്ന സെമിയിൽ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ഭാരത വിജയം. ഇന്ന് കലാശ പോരാട്ടത്തിൽ കപ്പ് ഉയർത്താൻ ചൈനയെ നേരിടണം. ഇന്നലെ നടന്ന ആദ്യ സെമിയിൽ മലേഷ്യയെ 3-1 തോൽപ്പിച്ചാണ് ചൈന ഫൈനലിൽ എത്തിയത്. 2ാം സെമിയിൽ ഭാരതം മികച്ച രീതിയിൽ പടപൊരുതിയെങ്കിലും ആദ്യ ഗോൾ കണ്ടെത്താൻ 3ാം ക്വാർട്ടർ വരെ കാക്കേണ്ടി വന്നു. 48ാം മിനിറ്റിൽ പെനാൽറ്റി കോർണർ ഗോളാക്കി വൈസ് ക്യാപ്റ്റൻ നവനീത് കൗർ ഭാരതത്തിന് ലീഡ് നൽകി. 56ാം മിനിറ്റിൽ ഫീൽഡ് ഗോളിലൂടെ ലലാം റംസിയാമി ഭാരത സ്കോർ 2 ഉയർത്തി. ജപ്പാൻ ഗോളി കൂഡോ ആണ് കളിയിലെ താരമായത്. ജിംനാസ്റ്റിക് ചാമ്പ്യൻഷിപ്പിൽ എറണാകുളത്തിന് 3ാം സ്ഥാനം. കൊച്ചി. തിരുവനന്തപുരം ജിമ്മി ജോർജ് സ്റ്റേഡിയത്തിൽ നടന്ന 59ാമത് ഓൾ കേരള ജിംനാസ്റ്റിക് സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ 162 പോയിന്റോടെ എറണാകുളം ജില്ല 3ാം സ്ഥാനം കരസ്ഥമാക്കി. തിരുവനന്തപുരം 1ാം സ്ഥാനവും കണ്ണൂർ 2ാം സ്ഥാനവും സ്വന്തമാക്കി. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി വിമൻസ് ആർട്ടിസ്റ്റിക് ജിംനാസ്റ്റിക്കിൽ അണ്ടർ 10 വിഭാഗത്തിൽ RSC ജിംനാസ്റ്റിക് അക്കാദമിയിലെ ശിഖ ES 2 വെങ്കല മെഡൽ സ്വന്തമാക്കിയപ്പോൾ ബേസ് ലൈൻ ജിംനാസ്റ്റിക് അക്കാദമിയിലെ റേച്ചൽ അജിത് നെല്ലാരിയും കല്യാണി KS ഓരോ വെങ്കല മെഡൽ വീതം സ്വന്തമാക്കി. ചാമ്പ്യൻഷിപ്പിൽ റിതമിക് ജിംനാസ്റ്റിക്സ് സബ് ജൂനിയർ വിഭാഗത്തിൽ 5 സ്വർണവും 5 വെള്ളിയും, അണ്ടർ 10 വിഭാഗത്തിൽ 4 സ്വർണവും 4 വെള്ളിയും 5 വെങ്കലവും എറണാകുളം ജില്ല നേടി. എറണാകുളം ജില്ലയ്ക്ക് വേണ്ടി സബ് ജൂനിയർ വിഭാഗത്തിൽ വിശ്രുത വിനോദ് 4 സ്വർണവും 1 വെള്ളിയും കരസ്ഥമാക്കിയപ്പോൾ അതിത്രി അരുൺ പിള്ള 1 സ്വർണവും 2 വെള്ളിയും കരസ്ഥമാക്കി. ശ്രുതി മഹാദേവും അബിഗെയിൽ തോമസും ഓരോ വെള്ളി വീതം കരസ്ഥമാക്കി. അണ്ടർ 10 വിഭാഗത്തിൽ ദിയാന ഡെയിൽ 4 സ്വർണവും കൃപാ സമീപൻ 4 വെള്ളിയും, അഗ്നിശിഖ അജു 4 വെങ്കലവും, ആധിക മറിയ പോൾ 1 വെങ്കലവും കരസ്ഥമാക്കി. എറണാകുളത്ത് നിന്ന് 23ഓളം ജിംനാസ്റ്റുകൾ 3 ദിവസത്തെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. ആഷസ്. ഭാരതം ഓസീസ് ടെസ്റ്റിന് ലോക ആരാധകരേറി. ബോക്സിംഗ് ഡേ ടെസ്റ്റ് ടിക്കറ്റ് ബുക്കിംഗ് 90,000 കടന്നു. കണക്കുകൾ വെളിപ്പെടുത്തി ക്രിക്കറ്റ് ഓസ്ട്രേലിയ. പെർത്ത്. ക്രിക്കറ്റിന്റെ ക്ലാസിക് സൗന്ദര്യം ആസ്വദിക്കുന്ന ആഗോളതലത്തിലെ ആരാധകർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം ആണ് ആഷസ് പരമ്പര. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള ഈ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ടെസ്റ്റ് പോരാട്ടത്തിൽ കാഴ്ച വിനോദത്തോളം പാരമ്യത്തിലെത്തിയിരിക്കുകയാണ് ഭാരതം. ഓസ്ട്രേലിയ പരമ്പരയായ ബോർഡർ ഗവാസ്കർ ട്രോഫിയും. ഇക്കാര്യം ആഗോള മാധ്യമത്തിന് നൽകിയ വിവരണത്തിൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് സംഘടന ക്രിക്കറ്റ് ഓസ്ട്രേലിയ CA ആണ് നേരിട്ട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. മുൻപ് ആഷസിനായിരുന്നു ഇത്രയേറെ ലോക ആരാധകർ ഉണ്ടായിരുന്നത്. കുറച്ചു കാലമായി ഭാരതം 2020
ഓസ്ട്രേലിയ പരമ്പരയിലേക്കും ആരാധകരുടെ ക്രിക്കറ്റ് പ്രണയം വ്യാപിച്ചിരിക്കുന്നു. CA ചീഫ് നിക്ക് ഹോക്കിലി വെളിപ്പെടുത്തി. 2018-19 സീസണിലെ ഭാരതത്തിന്റെ ഓസ്ട്രേലിയൻ പര്യടനത്തോടെയാണ് ഈ വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കാനായത്. ഭാരതം ചരിത്രത്തിൽ ആദ്യമായി ഓസ്ട്രേലിയയിൽ പരമ്പര സ്വന്തമാക്കിയ ആ ബോർഡൻ ഗവാസ്കർ ട്രോഫി കാണാൻ നിരവധി പേരാണ് എത്തിയത്. തൊട്ടടുത്ത ഭാരതത്തിന്റെ ഓസ്ട്രേലിയൻ വരവ് കാഴ്ചക്കാരെ കുറച്ചൊന്നുമല്ല നിരാശരാക്കിയത്. 2020-21 കാലത്ത് COVID-19 മഹാമേരുവും അതുമൂലമുള്ള നിയന്ത്രണങ്ങളും കാരണം അധികം ആളുകൾക്ക് എത്താൻ സാധിച്ചില്ല. എന്നിട്ടും ഗാലറികളുടെ 60% കാഴ്ചക്കാരെത്തിയിരുന്നു. ഇത്തവണ ഒരിക്കൽ കൂടി ഭാരതം ഓസ്ട്രേലിയയിൽ എത്തുമ്പോൾ ഇതിന്റെ വ്യക്തമായ കണക്കുകൾ വന്നു തുടങ്ങിയിരിക്കുന്നുവെന്ന് നിക്ക് ഹോക്കിലി സൂചിപ്പിച്ചു. ഡിസംബർ 26-ന് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ആരംഭിക്കുന്ന ബോക്സി ഡേ ടെസ്റ്റ് കാണാൻ 90,000-ന് മേൽ പേരാണ് ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ബുക്ക് ചെയ്തിരിക്കുന്നത്. യൂറോപ്യൻ നാടുകൾ, അമേരിക്ക, കാനഡ, ഏഷ്യ എന്നിങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നാണ് കാഴ്ചക്കാരെത്തുന്നത്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഈ വേദിയിൽ 2 അവസരങ്ങളിലാണ് 90,000-ന് മേൽ കാഴ്ചക്കാരെത്തിയിട്ടുള്ളത്. 2015 ഏകദിന ലോകകപ്പ് ക്രിക്കറ്റ് ഫൈനൽ 93,013 പേർ മത്സരം വീക്ഷിച്ചു. ഇതിനോടടുത്തു നിൽക്കുന്ന കാണികളാണ് 2013 ആഷസ് ടെസ്റ്റിൽ ഉണ്ടായിരുന്നത്. 91,112 പേർ. ഭാരത ക്രിക്കറ്റിനെ പൊതുവിൽ സ്വീകാര്യത ലഭിക്കുന്നത് പോലെ ടെസ്റ്റ് ബാറ്റർമാരിൽ എല്ലാവരുടെയും പ്രിയങ്കരൻ ഭാരത ബാറ്റർ വിരാട് കോഹ്ലിയാണെന്നും നിക്ക് ഹോക്കിലി പറഞ്ഞു. യുടെ ആദ്യ ഹോം മാച്ച് 3-ന്. ആദ്യ മത്സരം മറ്റന്നാൾ ഹൈദരാബാദിൽ. കോഴിക്കോട്. പുതിയ സീസൺ ഐ ലീഗിൽ ഗോകുലം കേരള FC-യുടെ ആദ്യ ഹോം മത്സരം ഡിസംബർ 3-ന് കോഴിക്കോട് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ. എതിരാളികളായി ഇറങ്ങുന്നത് മിസോറം ക്ലബ്ബ് ഐസ്വാൾ FC. ഗോകുലത്തിന്റെ ആദ്യ മത്സരം വെള്ളിയാഴ്ച ശ്രീനിധി ഡെക്കാനെതിരെ അവരുടെ ഹോം ഗ്രൗണ്ട് ഡെക്കാൻ അരീനയിലായിരിക്കും. മറ്റന്നാൾ വൈകിട്ട് 4-ന് നടക്കുന്ന ഈ മത്സരത്തോടെ പുതിയ സീസൺ ഐ ലീഗിന് കിക്ക് ഓഫ് ആകും. കഴിഞ്ഞ 3 മാസമായി സ്പെയിനിൽ